ഒരു 4-5 വർഷം നമ്മൾ ഈ രംഗത്ത് നിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മറന്നു പോകും. ആൾക്കാർ മറന്നു പോകും. നമ്മളെക്കാട്ടിൽ കഴിവുള്ളവരെ ആയിരക്കണക്കിന് പേർ വെളിയിൽ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ പിന്നെ ഇലക്ട്രിക് സൈക്കിളാണ്. വിദേശങ്ങളിലൊക്കെ ഇത് മടക്കി വെക്കാം. മടക്കി നമുക്ക് കാറിൻ്റെ ഡിക്കിയിലൊക്കെ വെച്ചുകൊണ്ടാവും. ഞാൻ ഇടയ്ക്ക് മീൻ വാങ്ങിക്കാനോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പിന്നെ ആൾക്കാർ നോക്കും. ഇതൊക്കെ ജിമ്മിന്റെ പ്രോപ്പർട്ടി ഇവിടുന്ന് ചെയ്യാറുണ്ടോ എക്സസൈസ് ഒക്കെ? ഇതൊക്കെ സാധനമൊക്കെ വേറെ നടക്കുന്നൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും അതേപോലെ ഞാൻ ഒരു കേടും പറ്റാതെ ഇത് വയറ് കുറയാൻ വേണ്ടി വാങ്ങിച്ചൊരു സാധനമായിരുന്നു. അതവിടെ ഇരിക്കുന്നു, എന്റെ വയറ് ഇവിടെ ഇരിക്കുന്നു. ഇത് ചേട്ടന്റെ കാറാണോ? ഇടക്കിടക്ക് ഇതുപോലെ ഓടിക്കാറുണ്ടോ? അല്ലല്ല, കാർ അതെന്റെ കൊച്ചുമോന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്ന. അവൻ കാർ ഭയങ്കര ക്രേസാ. അപ്പൊ ബാറ്ററി ചാർജ് ചെയ്യാവുന്ന കാറാ. കവിത നന്നായിട്ട് എഴുതല്ലോ, സ്പോട്ടിൽ കവിത. എനിക്ക് തട്ടിമുട്ടിയിലൊക്കെ സ്പോട്ടില് ചേട്ടൻ തന്നെയല്ലേ കവിതയൊക്കെ എഴുതി? ഞാൻ തന്നെ 2 വരി കവിത ഇപ്പൊ ഒരു സ്പോട്ടിൽ ഇപ്പത്തെ സിറ്റുവേഷനില് 2 വരി കവിത ഏതെങ്കിലും എഴുതിയിട്ടില്ലേ? ഞാൻ എഴുതിയൊരു തെലുങ്ക് കവിതയുണ്ട്. പിന്നെ തെലുങ്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അവസാനം ബംഗാളി ഭാഷയിൽ ഒരെണ്ണം എഴുതിയായിരുന്നു. ഈ ഭാഷകളൊക്കെ അറിയോ? ഇതിന് വല്ലതും അറിയേണ്ട കാര്യമുണ്ട്? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ മലയാള കവിതകൾ എഴുതുന്നത്? ഞാൻ എഴുതുന്നതൊന്നും അറിഞ്ഞിട്ടല്ല, വായി വരുന്ന എഴുതുക. ബംഗാളി കവിത എല്ലാ വരികളും ഇത് വായി വരുന്ന എഴുതുന്നതാണ്ട് ഇതൊന്നും ഓർത്തിരിക്കത്തില്ല. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. വേറെ പാട്ടിനോടൊക്കെ സാമ്യം തോന്നും, പക്ഷെ അതല്ല. മസരഗുണി തനു മസരഗുണി താനിരുചുനി മാനിരുചുനി സാമ്യം തോന്നുന്നില്ല. അങ്ങനെ വല്ലതും പറയും. അങ്ങനെ ഇതിന്റെ തെലുങ്കിൽ എഴുതിയ ഒരു കവിത, കോസല പ്രിഞ്ചകടേ ലോടക കോസല പ്രിഞ്ചകടേ. സംശയം തോന്നുന്നില്ലേ? ലഡു ലഡു മൃഞ്ചം തടുകുടു ത്രിഞ്ചം പടസിന സിഞ്ചം നലനലലം കോസല പ്രിഞ്ചകടേ. ശരിക്കുള്ള പാട്ടിന്റെ വരി വരെ ഞങ്ങൾ മറന്നു. ഇനി ഇതായിരിക്കും പാടാ. മുറിയായിരുന്നു ഇത്. ഞാൻ നേരത്തെ ഓഫീസ് മുറിയായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ഞാൻ സർവീസിലിരിക്കുന്ന സമയത്ത്. പിന്നെ അത് നമ്മളിതല്ലാതൊരു റൂമായിട്ട് മാറ്റി പിന്നീട്. ഈ ബെഡാണ് പറഞ്ഞത് കുറെ. അത് 150 വർഷത്തിനും 150-നൊക്കെ മുകളിൽ വരുന്ന കട്ടില. ഇതെന്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ കിടന്നിരുന്ന. ഇതാരുടെയാ? അതെന്റെ പെണ്ണുപിള്ളയുടെ. പെണ്ണുപിള്ളയുടെ മാക്സിയാണ്. അതിപ്പോ അത് നമ്മള് തേക്കാൻ വേണ്ടിയുള്ള സാധനമില്ലേ, നമ്മള് തുണി തേക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി വെക്കുന്ന മേശയില്ലേ, അതിനകത്ത് പൊടി കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് അവളുടെ പഴയ ഒരു മാക്സി അതിനകത്ത് ഇട്ടെന്നേ ഉള്ളൂ. അത് ഒരു പുരാവസ്തുവല്ല.